ഓം ശ്രീ ആഞ്ജനേയായ നമ. MSV4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഓരോ ഗ്രഹങ്ങളും ഏതൊക്കെ ദിക്കുകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് എന്നതിനെ കുറിച്ചാണ്. ആദ്യമായി കിഴക്ക് ദിക്കിൽ വരുന്നത് ആദിത്യൻ അഥവാ സൂര്യൻ. പടിഞ്ഞാറ് ദിക്കിലാണ് വരുന്നതെങ്കിൽ ശനിയാണ്. വടക്ക് ദിക്കിൽ വരുന്നത് ബുധഗ്രഹവും അതുപോലെ തെക്ക് ദിക്കിൽ വരുന്നത് ചൊവ്വ ഗ്രഹവുമാണ്. ബാക്കിയുള്ള ഗ്രഹങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് നോക്കിയാലോ. വടക്ക് കിഴക്ക് വരുന്നതാണ്, ആ ഒരു ദിക്കിൽ വരുന്നതാണ് ഗുരു അഥവാ വ്യാഴഗ്രഹം. അതുപോലെ വടക്ക് പടിഞ്ഞാറ് ദിക്കിൽ വരുന്നതാണ് ചന്ദ്രൻ. ഇനിയും തെക്ക് പടിഞ്ഞാറ് ദിക്കിൽ വരുന്നതാണ് രാഹു. അതുപോലെ തെക്ക് കിഴക്ക് ദിക്കിൽ നിൽക്കുന്നതാണ് ശുക്രൻ. അപ്പോൾ ഗ്രഹങ്ങൾ എല്ലാം സ്ഥിതി ചെയ്യുന്നത് ഈ ഒരു ദിക്കുകളിലാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി ഞാനൊന്ന് പകർന്നു തരുന്നു എന്ന് മാത്രം. എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കൂടി കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഗ്രഹസ്ഥിതികൾ അങ്ങനെയുള്ള കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ജാതകത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായും പലതരത്തിലുള്ള ഗ്രഹസ്ഥിതികൾ എല്ലാവർക്കും ഉണ്ടാവും. ഗ്രഹസ്ഥിതി പ്രോബ്ലംസ് എല്ലാവർക്കും ഉണ്ടാവും അല്ലേ? അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുവാണെങ്കിൽ ഞാൻ എൻ്റെ പ്രാർത്ഥനയിൽ, ഹനുമാൻ സ്വാമി പ്രാർത്ഥനയിൽ, അതുപോലെ ദേവി പ്രാർത്ഥനയിൽ എന്നാൽ ഒക്കുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ കൂടെ ചേർത്ത് പരിഗണിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. അങ്ങനെ എന്തെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും ഗ്രഹസ്ഥിതി, എന്തെങ്കിലും ദോഷസ്ഥിതികൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെ ഒന്ന് മെൻഷൻ ചെയ്യുക. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും ഉണ്ടാവട്ടെ. നന്ദി, നമസ്കാരം.